തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. കൊണ്ടുവരെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനം നമ്മൾ കണ്ടു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ യുദ്ധത്തെക്കുറിച്ച് മനസ്സിലാക്കി. ആ യുദ്ധം ദൈവത്തിൻ്റെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ കാനാൻ ദേശത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട്, കാനാന്യര്, ഹിത്യര്, ഇവരൊക്കെ ആയിട്ട് നടത്തുന്ന, അല്ലെങ്കിൽ ചെറിയ ചെറിയ പട്ടണങ്ങളുമായിട്ട് നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പിക്കാനുള്ള യുദ്ധമായിട്ട്, അനുഭവമായിട്ട് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കുകയാണ്. കാരണം അത് നമ്മുടെ പഴയ നിയമത്തിലെ മറ്റു പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ വെച്ചുണ്ടാകുന്ന പ്ലേഗ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ബാധകൾ, 10 ബാധകൾ ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ ബാധകളിലൂടെ 10 ദേവന്മാരെ, ഈജിപ്തിലെ ദേവന്മാർക്കെതിരെ കൊടുക്കുന്ന കടുത്ത ശിക്ഷകളുടെ നടുവിൽ ദൈവമായ കർത്താവാണ് ഏക കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധകാലം ചെയ്തത്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് സമൂഹൻ്റെ പുസ്തകം, 1-ാമത്തെ പുസ്തകത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം ഫിലിസ്ത്യരുടെ ദേശമായ അഷ്ദോദ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ ഫിലിസ്ത്യരുടെ ദൈവം പോലും അവിടെ തവിടുപൊടിയായിട്ട് നിൽക്കുന്ന രംഗം ഇവിടെ എല്ലാം സൂചിപ്പിക്കുക ദൈവമാണ് യഥാർത്ഥത്തിൽ ശക്തനായ ദൈവം. ഈ പ്രദേശത്തുള്ള എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ളവൻ ദൈവം തന്നെയാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും 7-8 അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 7-8 അധ്യായം വളരെ രസകരമാണ്. 7-8 അധ്യായം ഒരു പട്ടണം പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള, ആ ജെറീക്കോ പട്ടണം പിടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം അടുത്ത പട്ടണം പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ്. ആയി എന്ന് പറയുന്ന പട്ടണം, ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പട്ടണമാണ്. ജെറീക്കോ പട്ടണത്തിന് തൊട്ടടുത്ത് ബഥേലിന് തൊട്ടപ്പുറത്താണ് ആയി എന്ന് പറയുന്ന പട്ടണം. ഇന്നും ആ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, ബഥേലിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, ജെറീക്കോയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് പഠിച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ പട്ടണത്തിൽ, ആയി എന്ന് പറയുന്ന പട്ടണത്തിൽ യുദ്ധം നടക്കുകയാണ്. ജോഷുവ ആയി പട്ടണത്തിൽ യുദ്ധം നടക്കുകയാണ്. എങ്ങനെയായി ജോഷുവ യുദ്ധം നടത്തുന്നത്? 2 യുദ്ധങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഒരു ജനതയുടെ വിശ്വാസമാണ് ഇവിടെ എല്ലാം പ്രഖ്യാപിക്കുക. 1-ാമത്തെ യുദ്ധം ജോഷുവ വിചാരിച്ചു ഈ ചെറിയ പട്ടണത്തിൽ അതധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളുമായിട്ട് പോവുകയാണ്. പക്ഷേ ആയി പട്ടണക്കാരോ അവന്മാർ മിടുക്കന്മാരാ, അടിച്ച് ഇസ്രായേൽക്കാരെ അടിച്ച് താഴെയിട്ടു. ഇത് കണ്ടപ്പോഴത്തേനും ഈ ജോഷുവയ്ക്ക് ആപ്പാടെ വെപ്രാളയമായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ജോഷുവ എന്ത് ചെയ്തു? കർത്താവിന് മുമ്പിൽ പോയി പ്രണമിച്ചു. വേറെ ഒന്നും രക്ഷയില്ല. മുട്ടുകുത്തിയിരുന്ന് കൈകൾ ആകാശത്തേക്ക് നിവർത്തി പിടിച്ചിട്ട്, കർത്താവ് ഇതെന്ത് സംഭവിച്ചു? ഉടനെ അവിടുന്ന് കിട്ടി, നിങ്ങളിലൊരുത്തൻ പാപം ചെയ്തു. അതവിടെ കിടക്കട്ടെ, പിന്നീട് പറയാം. 2-ാമത്തെ യുദ്ധം നടക്കുന്നത് അടുത്ത ഒരു എപ്പിസോഡ്, ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷമുള്ള എപ്പിസോഡിലാണ്. ഈ 2-ാമത് ഈ ജോഷുവ ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ നമ്മൾ കാണാൻ സാധിക്കും, ജോഷുവ നേരത്തെ തന്നെ മുൻകൂട്ടി പറയുകയാണ് അവരോട്, ഇവന്മാർ ശക്തരാണ്. കാരണം ഒരു അനുഭവം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവന്മാർ ശക്തന്മാരാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആളുകൾ പകൽ സമയത്ത് ഇവരുടെ പട്ടണത്തിൽ പ്രവേശിച്ച്, എങ്ങനെയെങ്കിലും പ്രവേശിച്ച് മതിൽ ചാടിയോ മതിലിൻ്റെ ഇടയിൽ കൂടെ ഞൊഴിഞ്ഞ് കയറിയോ എങ്ങനെയെങ്കിലുമൊക്കെ പ്രവേശിച്ച് അവരുടെ ഇടയിലുള്ള മുള്ളുകൾക്കിടയിൽ, ചെടികൾക്കിടയിൽ പതുങ്ങിയിരിക്കണം. രാത്രിയിൽ ഇവരിവിടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ആളുകൾ, ഈ ഇസ്രായേൽക്കാർ വന്ന് നിൽക്കുമ്പോൾ അകത്ത് പട്ടണത്തിനുള്ളിലുള്ള എല്ലാവരും ഈ ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ വേണ്ടി രാത്രിയിൽ പന്തവും കൊളുത്തി ഈ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഉള്ളിൽ പ്രവേശിച്ച ആളുകൾ, ഈ ചെടികൾക്കിടയിൽ കിടക്കുന്ന ആളുകൾ അകത്തേക്ക് പ്രവേശിച്ച് പട്ടണം കയ്യേറണം. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള
ഒരു സംഗതി, ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ഈ ജോഷുവ വിജയിക്കുകയാണ്. എന്നാൽ ആദ്യത്തെ യുദ്ധത്തിൽ തോറ്റുപോയി. ഈ 2 യുദ്ധങ്ങളുടെ നടുവിൽ ഒരു സംഭവത്തെ അവതരിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം ചോദിക്കുകയാണ്, എന്തു പറ്റി ആദ്യത്തെ യുദ്ധം തോക്കാൻ? അവർ പറയുന്നില്ല ഇത് ജോഷുവയുടെ ബുദ്ധിമോശമാണെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കാരണം ജോഷുവയെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ്, അവർ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ കണ്ടുകൊണ്ട് അവർ കാണുകയാണ്, അത് ദൈവത്തിൻ്റെ കോപമായിരുന്നു. കാരണം എന്നാ? ദൈവമായ കർത്താവിൻ്റെ നിയമത്തിനെതിരെ ഒരു വ്യക്തി ചെയ്ത പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് അത്. നോക്കിക്കേ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ ഒരു വ്യക്തി നടത്തിയ ഒരു പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. എന്തായിരുന്നു ആ നിയമം? നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം ഞാൻ കഴിഞ്ഞ ക്ലാസ് ഉദ്ധരിച്ചു. ആ നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം ഒരു യുദ്ധം നടത്തേണ്ടത്. എന്നിട്ടൊരു കാര്യം പറയും, ഒന്നും നീ എടുക്കരുത്, അവിടെ നിന്ന് ഒരു വക പോലും നീ എടുക്കരുത്. എന്നാൽ ആഖാൻ എന്ന് പറയുന്ന വ്യക്തി ജെറീക്കോ പട്ടണം പിടിച്ചടക്കിയ സമയത്ത് ആഖാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണവും വെള്ളിയും എടുത്ത് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ വെച്ചു. ഇത് ഏറ്റവും വലിയ തിന്മയായിരുന്നു. അതുകൊണ്ട് ഈ ജനത്തെ ശിക്ഷിക്കുക എന്നുള്ളത് ദൈവം ആയ കർത്താവിൻ്റെ നിശ്ചയമായിരുന്നു. അതിനാൽ ദൈവം ആദ്യത്തെ യുദ്ധം പരാജയപ്പെടുത്തി അതിൻ്റെ ശിക്ഷ കഴിഞ്ഞ് 2ാമത്തെ യുദ്ധം കർത്താവ് വിജയിപ്പിച്ചു. കണ്ടോ? ഇതാണ് വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിനെ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഈവൻറ്റിനെ മനസ്സിലാക്കുന്ന രീതി. ഇത് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ദൈവമായ കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്യുന്ന ഏവർക്കും കർത്താവ് ശിക്ഷ നൽകും. പക്ഷേ ശിക്ഷണമാണ്, നാശത്തിലേക്കല്ല. അത് പുതിയ ജീവനിലേക്ക്, പുതിയ ഉണർവിലേക്കുള്ള ഒരു ശിക്ഷണമാണ്. സാമുവേലിൻ്റെ പുസ്തകത്തിലും നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ സാവൂൾ നടത്തുന്ന പാപം ഈ നിയമത്തിനെതിരായിട്ടുള്ള പാപമാണ്. ആ പാപത്തിൽ ദൈവമായ കർത്താവ് കൊടുക്കുന്ന ശിക്ഷയും നമ്മൾ കാണുന്നുണ്ട്. ദൈവമായ സാമുവേൽ വഴി പറയുകയാണ്, നിൻ്റെ രാജ്യം നിന്നിൽ നിന്ന് എടുക്കപ്പെടാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ കണ്ണിൽ ഇങ്ങനെ ഒരു അനുഭവത്തെ വിവരിക്കുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരണമില്ല. 2 രീതിയിലുള്ള യുദ്ധങ്ങളിലൂടെ കാണുന്നത്. രാജാക്കന്മാരെ നശിപ്പിക്കുന്ന 10-ാമത്തെ അധ്യായത്തിൽ എന്തിനാണ് രാജാക്കന്മാരെ നശിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ രാജാക്കന്മാരാണ് ഏകദൈവ വിശ്വാസത്തെ നശിപ്പിച്ച് ബഹുദൈവ വിശ്വാസങ്ങളുടെ പിന്നാലെ പോയ ആളുകൾ. അതിനാൽ രാജാക്കന്മാരെ നശിപ്പിക്കുന്നതിലൂടെ എല്ലാം കാണുന്നത് ഇനി വരാനിരിക്കുന്ന, അതായത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ രാജാക്കന്മാർ കടന്നു വരുമ്പോൾ അവരും ഇതുപോലെ ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി അവർ ഇസ്രായേൽ ദേശത്തെ നശിപ്പിക്കുന്ന ആ അനുഭവത്തിന് മുന്നാസ്വാദനമായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരുന്നത്. ഇതുവഴിയായിട്ട് ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ ദേശത്ത് ഇസ്രായേലിന് വസിക്കാൻ വേണ്ടി, വാഗ്ദാന ദേശത്ത് ഇസ്രായേലിന് വസിക്കാൻ വേണ്ടി ഒരു ദേശം ഒരുക്കിയെടുക്കുന്ന രംഗമാണ് 6 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ കാണുക. 12-ാമത്തെ അധ്യായത്തിൽ ധാരാളം രാജാക്കന്മാരുടെ പേര് പറയും. ആ രാജാക്കന്മാരെയൊക്കെ ദൈവമായ കർത്താവ് തോൽപ്പിച്ചതാണ്. ജോഷുവ തോൽപ്പിച്ച രാജാക്കന്മാരാണ് അവരെല്ലാം. ഇനിയുള്ള ഭാഗങ്ങളാണ് ആദ്യത്തെ. ഇപ്പോൾ 2ാമത്തെ സെഷൻ നമ്മൾ കഴിഞ്ഞു. അതായത് 2 സെഷൻ. 1-ാമത്തെ ജോഷുവയുടെ പുസ്തകത്തിൽ വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനം. 2ാമത്തെ ഭാഗം വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചതിന് ശേഷം ഇസ്രായേൽക്കാരെങ്ങനെയാണ് ആ പ്രദേശം കൈയടക്കിയത്. 3ാമത്തെ ഭാഗമാണ് എങ്ങനെയാണ് ഇസ്രായേൽ ദേശത്തിന് ദൈവമായ കർത്താവ് ദേശം വിഭജിച്ചു കൊടുത്തത്. 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലാണ് ദേശവിഭജനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗം. നമുക്കറിയാം, ദേശവിഭജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് ദേശം. അല്ലാതെ നമ്മളുടെ അഹങ്കാരത്തോടു കൂടിയോ നമ്മളുടെ ഗർവോടു കൂടിയോ നമ്മളുടെ സമ്പത്ത് കൊണ്ടോ നമ്മൾ വാങ്ങിക്കുന്ന പ്രദേശമല്ല ദേശമെന്ന് പറയുന്നത്.
തമ്പുരാൻ കൈ നീട്ടി നമുക്ക് ദാനമായിട്ട്, തമ്പുരാൻ അനുഗ്രഹിച്ച് നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ദേശമെന്ന് പറയുന്ന ആ അനുഭവമെന്ന് ഇന്നത്തെ ഈ വചനഭാഗം, പ്രത്യേകിച്ച് 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൻ്റെ അകത്തെ അർത്ഥം എന്താണ്? ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നൽകുന്ന ദാനം, ആ ദൈവം നൽകുന്ന ദാനമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ള ചില ചെറിയ ദൈവശാസ്ത്ര ചിന്തകളാണ് 13 മുതലുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. 3 ദേശവിഭജനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 ദേശവിഭജനം. ഒന്നാമത്തെ ദേശവിഭജനമാണ് ട്രാൻസ് ജോർദാൻ, അല്ലെങ്കിൽ ജോർദാൻ ഇക്കരെയുള്ള സ്ഥലത്ത് ദൈവമായ മോശ ഇസ്രായേൽ ജനതയും കൊണ്ട് പോകുമ്പോൾ റൂബനും ഗാദും മനാസയുടെ അർത്ഥഗോത്രവുമായ മാഖിറും കൂടി ചോദിച്ചു വാങ്ങുന്ന ഈ മോവാബിൻ്റെയും ഏദോമിൻ്റെയും അമ്മോൻ്റെയും പ്രദേശങ്ങളായ ട്രാൻസ് ജോർദാൻ, അല്ലെങ്കിൽ ജോർദാൻ്റെ ഇക്കരെയുള്ള ഭാഗം. അതാണ് ഒന്നാമത്തെ ദേശവിഭജനം. രണ്ടാമത്തെ ദേശവിഭജനമാണ് 14, 15, 16, 17 അധ്യായങ്ങളിൽ കാണപ്പെടുന്നത്. ആദ്യം ആർക്കാ കൊടുക്കുന്നത്? ജോസഫിൻ്റെ ഗോത്രക്കാർക്ക് കൊടുക്കുന്നു, ജൂദാ ദേശക്കാർക്ക് കൊടുക്കുന്നു. ജോസഫിനും ജൂദായ്ക്കും ആദ്യമേ തന്നെ ഈ ദേശം വിഭജിച്ച് കൊടുക്കുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് 18-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെയാണ്. 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മിച്ചം വന്നിരിക്കുന്ന 7 ഗോത്രങ്ങൾക്ക് ജോഷുവ ഈ ശീലോഹ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് ദേശവിഭജനം നടത്തുന്ന രംഗങ്ങളെക്കുറിച്ച് പറയും. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് ഈ അഭയനഗരങ്ങളെക്കുറിച്ചും ലേവ്യരുടെ സിറ്റികളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നത് 20, 21 അധ്യായങ്ങളിലാണ്. ഇങ്ങനെയാണ് ദേശവിഭജനം നടത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം? ദേശവിഭജനത്തിൻ്റെ ഈ 3 പ്രധാനപ്പെട്ട വിഭജനത്തിലൂടെ എന്താണ് അർത്ഥമാക്കുക? ഒന്നാമതായി നമ്മൾ കാണുന്നത് മോശയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ വിഭജനമായ 13, 14 മുതലുള്ള അധ്യായങ്ങളിൽ ജോസഫിനും ജൂദായ്ക്കും കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ്. ജോസഫാരാണ് ഈ യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ ആദ്യത്തെ പുത്രനാണ് ജോസഫ്. അവസാനത്തെ പുത്രനാണ് ബെഞ്ചമിൻ. ആ ജോസഫ് മരിച്ച സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചു. ഈജിപ്തിൽ വെച്ച് മരിച്ചു. അടക്കം ചെയ്യപ്പെടുന്നത് ഷെക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് അടക്കം ചെയ്യപ്പെടുന്നു. ജൂദ എന്ന് പറയുന്ന ദേശക്കാർക്ക് വിഭജനം കൊടുക്കുന്നു. ആ ജൂദ അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ജൂദ, നീ സിംഹക്കുട്ടിയാണ്, ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുന്നു. അവൻ തൻ്റെ കഴുതയെ മുന്തിരിച്ചെടിയിലും കഴുതക്കുട്ടിയെ മുന്തിരിവള്ളിയിലും കെട്ടിയിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെങ്കോൽ ജൂദായെ വിട്ടു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂദായ്ക്ക് കൊടുക്കുന്ന പ്രോമിനൻസ്, അല്ലെങ്കിൽ പ്രാധാന്യം, അതാണ് പ്രധാനമായിട്ടും ഈ ഇങ്ങനെയുള്ള ദേശവിഭജനത്തിന് അർത്ഥമാക്കുന്നത്. ഇതെങ്ങനെയാണ് വിഭജിക്കുന്നത്? ഇത് ദൈവം കൊടുക്കുന്നതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമായി ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്. പുരോഹിതനായ എലയാസറും നൂനിൻ്റെ മകനായ ജോഷുവായും ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരെ തലവന്മാരും കൂടി അവ അവർക്ക് ഭാഗിച്ചു കൊടുത്തു. എന്താണ് ചെയ്തതെന്നറിയാമോ? ഇവരെ 2 പേരും കൂടിയാണ് കൊടുക്കുന്നത്. നൂനിൻ്റെ പുത്രനായ ജോഷുവായും അതുപോലെ തന്നെ എലയാസറും, പുരോഹിതനായ എലയാസറും. പുരോഹിതനായ എലയാസറിൻ്റെ വേഷവിധാനങ്ങളൊക്കെ വളരെ രസകരമാണ്. നമ്മളെപ്പോലെ ഇപ്പോഴത്തെ പോലുള്ള അച്ഛന്മാരെ പോലുള്ള വേഷവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതൊക്കെ അവിടെ നിന്നാണ്. ഒരു ഏഫോദ് എന്ന് പറയുന്ന ഒരു വേഷം ഉണ്ടായിരുന്നു. ഉറീമും തുമ്മീമും ഒക്കെ ഇട്ടതിന് ശേഷം ബ്രസ്റ്റ് പ്ലേറ്റ്, അല്ലെങ്കിൽ ഇവിടെ 12 ഗോത്രങ്ങളുടെ പ്രതീകമായിട്ടുള്ള 12 കല്ലുകൾ കൊണ്ട് പതിപ്പിച്ച ബ്രസ്റ്റ് പ്ലേറ്റ് ഒക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഏഫോദ് ഉണ്ടായിരുന്നു. ആ ഏഫോദിന് മുമ്പിൽ കുറിയിട്ട്, ആർക്ക് വേണം ഓരോ സ്ഥലങ്ങളും എന്നത് കുറിയിട്ടിട്ടാണ് അവർ ഭാഗിച്ചെടുത്തത്. ഗൊറാൽ എന്നാണ് ഹെബ്രായ ഭാഷയിൽ പറയുന്ന പേര്, ഗൊറാൽ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിയിട്ടിട്ട് അവരെടുക്കുക. എന്തിനാണ് ഈ കുറി എടുക്കുന്നത്? സാധാരണ കുറി എടുക്കുന്നില്ല, ഈ നറുക്കെടുപ്പിനുള്ള കുറി എടുക്കുന്ന പോലെ അല്ല. ഇത് ആരുടെ സാന്നിധ്യത്തിലാണ്? ഇത് സാന്നിധ്യം ഏഫോദ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ പുരോഹിതൻ്റെ വസ്ത്രമായ ഏഫോദിൻ്റെ മുമ്പിലാണ് ഇവൻ നിൽക്കുന്നത്. അവിടെ വെച്ചാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് ഇത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഈ ഡിവിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 18-ാമത്തെ അധ്യായത്തിലും ഇതേപോലെയുള്ള ഒരു അനുഭവം നമുക്ക് കാണാൻ പറ്റും. 18-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഇസ്രായേൽ ജനം ശീലോയിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമ കൂടാരം സ്ഥാപിച്ചു. ആ കൂടാരത്തിനുള്ളിൽ എന്ത് വെച്ചവരെ? വാഗ്ദാന പേടകം വെച്ചു. വാഗ്ദാന പേടകത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുറിയിട്ട് ബാക്കിയുള്ള 7 ഗോത്രങ്ങൾക്ക് ഇസ്രായേൽക്കാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, എന്തിനാ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കുറിയിടുന്നത്? അത് ദൈവത്തിൻ്റെ സ്വന്തം സ്ഥലമാണ്, ദൈവമാണ് അവർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത് എന്നുള്ള ആശയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ദാനമായ ഈ സ്ഥലത്താണ്, വാഗ്ദാന ദേശത്താണ് ഇസ്രായേലിനെ താമസമാക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ സമാപനത്തിലാണ് 20ഉം 21ഉം അധ്യായങ്ങൾ നമുക്ക് കിട്ടുന്നത്. 20ഉം 21ഉം അധ്യായങ്ങൾ നമുക്ക് കിട്ടുക. അതിനു മുമ്പിൽ 19-ാമത്തെ അധ്യായത്തിൽ ഓരോ ഗോത്രക്കാർക്കും ഉള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ ഗോത്രക്കാർക്കും ഏതൊക്കെ സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്, അത് ഓരോരുത്തർക്കും ഫിക്സ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. ഇന്ന് അവരുടെ പേരുകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇന്ന് അന്നത്തെ കാലത്ത് പിൽക്കാലങ്ങളിൽ പ്രത്യേകിച്ച് ബാബിലോൺ പ്രവാസത്തിനൊക്കെ മുമ്പായിട്ട് അവരെവിടൊക്കെ താമസിച്ചിരുന്നുവോ ആ സ്ഥലത്തെക്കുറിച്ചൊക്കെയുള്ള വിശകലനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 722 BC മുമ്പ് ഇസ്രായേൽ ജനം താമസിച്ചിരുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വിവരണമാണ് ഈ നറുക്കെടുപ്പിലൂടെ കാണുന്നത്. ഏറ്റവും മുകളിൽ സിറിയയുടെ ബോർഡറിൽ, ഇപ്പോഴത്തെ സിറിയയുടെ ബോർഡറിലായിരുന്നു അഷേർ എന്ന് പറയുന്ന ഗോത്രം താമസിച്ചിരുന്നത്. അതിൻ്റെ താഴെയായിരുന്നു ഇസാക്കർ, സെബുലൂണ്, നഫ്താലി എന്നീ ഗോത്രങ്ങളുണ്ടായിരുന്നത്. അതിൻ്റെ താഴെയാണ് മനാസയുടെയും എഫ്രായിമിൻ്റെയും ഗോത്രം ഉണ്ടായിരുന്നത്. ഈ ഇസ്രായേലിൻ്റെ നടുഭാഗത്താണ് ജൂദാ ഗോത്രത്തിൻ്റെ ഗോത്രം ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴെ മരുഭൂമിയിലാണ് ശിമെയോൻ്റെ ഗോത്രം ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആരംഭകാലത്ത്, പ്രത്യേകിച്ച് ഇസ്രായേൽ 722 BC മുമ്പ് വരെ ഇസ്രായേൽക്കാരുടെ ഗോത്രങ്ങൾ എവിടെ താമസിച്ചിരുന്നുവോ, എവിടെ ഉണ്ടായിരുന്നുവോ അതിൻ്റെയൊക്കെ ഉത്ഭവം പറയുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കാണുന്ന ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 18-19 അധ്യായങ്ങളിലൂടെ കാണുന്നത്. ഇനി നമ്മൾ കാണുന്ന അഭയ നഗരങ്ങളെക്കുറിച്ചാണ്. എന്താ ഈ അഭയ നഗരങ്ങളെന്ന് പറയുന്നത്? അഭയനഗരങ്ങൾ 20ഉം 20ാമത്തെ അധ്യായത്തിൽ അഭയനഗരങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗോത്രത്തിൻ്റെയും അതായത് ഓരോ പ്രദേശത്തും പല ഗോത്രങ്ങൾ കൂടുന്ന പ്രദേശമുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിക്റ്റുകൾ എന്ന് പറയാമല്ലോ. കോട്ടയം ഡിസ്ട്രിക്റ്റ്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴ, കൊല്ലം തുടങ്ങിയ ഡിസ്ട്രിക്റ്റുകളെ പോലെ തന്നെ ഓരോ പ്രദേശങ്ങൾക്കും ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ഡിസ്ട്രിക്റ്റുകളുണ്ടായിരുന്നു. ആ ഡിസ്ട്രിക്റ്റുകളിലെ ജില്ലകളിൽ ഉള്ള ഒരു പ്രദേശമായിരുന്നു അഭയനഗരം. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേൽ ജനത്തിലെ ആരെങ്കിലും അൺഇൻറ്റൻഷനായിട്ട്, അതായത് അറിയാതെ ഏതെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമായിരുന്നു അഭയനഗരം. ഇപ്രകാരമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണ് അഭയനഗരങ്ങളെക്കുറിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അത് അർത്ഥം എന്നാണെന്ന് അറിയാമോ? ഇങ്ങനെ പറയുന്ന ഒരുത്തൻ ഒരു മരത്തിൻ്റെ ഒരു ഉടമസ്ഥൻ ഒരു മരം വെട്ടുകാരനെ വിളിച്ചു. അവൻ മുകളിൽ നിന്നുകൊണ്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുക, ഉടമസ്ഥൻ താഴെ നിൽക്കുക. എന്നിട്ട് ഉടമസ്ഥൻ ആ മരം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉടമസ്ഥൻ്റെ തലയിലോട്ട് മരം വീണു, ഉടമസ്ഥൻ മരിച്ചു. ഇനി ഉടമസ്ഥൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടി മരം വെട്ടിയതിനെ ഓടിക്കുക. അവൻ ഓടിപ്പോയി ഈ അഭയനഗരത്തിൽ എന്തെങ്കിലും രക്ഷപ്പെട്ട് കയറുകയാണെങ്കിൽ അവനെ പിന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല. അതായിരുന്നു അഭയനഗരത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ ഇസ്രായേൽ ജനതയിൽ ഏതെങ്കിലും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ ഏൽക്കേണ്ട സാഹചര്യം വന്നാൽ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് അഭയനഗരങ്ങൾ.
അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ് 20-ാമത്തെ അധ്യായത്തിൽ. 21-ാമത്തെ അധ്യായം വളരെ ശ്രദ്ധേയമാണ്. ലേവി ഗോത്രം. നമുക്കറിയാം, ലേവി ഗോത്രത്തിന് സ്ഥലം കൊടുത്തില്ല. കാരണം അവർ ഭക്ഷിക്കേണ്ടതും പാനം ചെയ്യേണ്ടതും അവർ ജീവിക്കേണ്ടതുമൊക്കെ എവിടെ നിന്നാണെന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ദേവാലയത്തിൽ നിന്നാണ് പങ്കുപറ്റേണ്ടത്. ലേവി ഗോത്രത്തിന് എന്തുകൊണ്ടാണ് സ്ഥാനം കിട്ടാതിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്, ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ലേവി ഗോത്രത്തിന് സ്ഥലം കിട്ടിയില്ല. ഓരോ ഗോത്രക്കാരും ലേവി ഗോത്രക്കാരെ അവരുടെ ഗോത്രങ്ങളിൽ പാർപ്പിക്കണം. അതൊക്കെ ഓരോ ഗോത്രക്കാരും, ബാക്കിയുള്ള 11 ഗോത്രക്കാരും ലേവി ഗോത്രക്കാരെ അവരവരുടെ ഗോത്രങ്ങളിൽ പാർപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് പാർപ്പിക്കേണ്ടത്? നമുക്കറിയാം, ലേവി ഗോത്രമാണ് ദേവാലയ ശുശ്രൂഷ നടത്തുന്നത്. ഈ ലേവി ഗോത്രത്തിനുള്ളിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. അവരാണ് ദേവാലയ ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട റോള് നടത്തിയിരുന്നത്. ലേവി ഗോത്രക്കാരെ നമ്മുടെ കപ്പ്യാരുമാരല്ലെങ്കിൽ ദേവാലയ ശുശ്രൂഷകൾ എന്ന് വിശേഷിപ്പിക്കുന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവരെ ഓരോ ഗോത്രത്തിലും ഇവരുടെ ജോലി എന്താ? അവിടെ പോയി ബലിയർപ്പിക്കുകയല്ല. ബലിയർപ്പിക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ്, അത് ദേവാലയമാണ്. ആ ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഈ ലേവി ഗോത്രത്തിന് ഓരോ ഗോത്രങ്ങളിലും ചെയ്യാനുള്ള കാര്യം. ജനത്തെ ഒരുക്കുക. കാരണം അവർക്കറിയാം നിയമങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. സമാധാന ബലി എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നറിയാം. ധാന്യബലി എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നറിയാം. പാവപ്പെട്ട ജനങ്ങൾക്കറിയത്തില്ല. അപ്പം ഇവരെ ഒരുക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നും ഇതിൻ്റെ ആശയം എന്താണെന്നും എങ്ങനെ കൊണ്ടുപോകണമെന്നും എപ്പോഴർപ്പിക്കണമെന്നും ഒക്കെയുള്ള ഒരു ഒരുക്കം നടത്തി ഈ ബലിയർപ്പണത്തിലേക്ക് ഇവരെ കൊണ്ടുപോവുക. വേറൊരു രീതി പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ ഗോത്രങ്ങളെയും ദേവാലയത്തോട് അടുപ്പിക്കുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ ഈ ലേവി ഗോത്രങ്ങൾക്കുള്ളത്. അതാണ് യഥാർത്ഥത്തിലെ എക്ലേസിയോളജി അല്ലെങ്കിൽ സഭയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം എന്ന് പറയുക. ദേവാലയത്തിലേക്ക് പ്രധാനപ്പെട്ട ദേവാലയത്തിലേക്ക് ഇസ്രായേൽ ജനതയിലെ ഓരോ മക്കളെയും അടുപ്പിക്കുക എന്നുള്ള ജോലിയാണ് പ്രധാനമായിട്ടും ഈ ലേവി ഗോത്രത്തിലുള്ളത്. ഇത് തന്നെയാണ് യഥാർത്ഥ ഒരു ഇടവകയെക്കുറിച്ചും ഒരു രൂപതയെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റുന്നത്. രൂപത എന്ന് പറയുന്നത് അതിൻ്റെ തലവൻ മെത്രാനാണ് എല്ലാ ഇടവകളുടെയും അധികാരി. പക്ഷേ ആ മെത്രാൻ എല്ലാ ഇടവകയിലും പോയി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഓരോ അച്ഛന്മാരെ വെച്ചിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന പേര് വികാരി എന്നാണ്. മെത്രാൻ്റെ പകരക്കാരനാണ്. അപ്പോൾ ആ വികാരി എന്താ ചെയ്യുന്നത്? മെത്രാനിലേക്ക് അല്ലെങ്കിൽ സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് മെത്രാൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ഈ ഒരു വിശ്വാസ സമൂഹത്തെ നയിക്കുക, സഭയെ നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അല്പം കൂടെ വികസിപ്പിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശോയാകുന്ന വ്യക്തിയിലേക്ക് ജനത്തെ മുഴുവൻ നയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. ഇതേ ജോലിയാണ് ലേവ്യ ഗോത്രങ്ങൾ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സമാപനത്തിലേക്ക്, ജോഷുവയുടെ പുസ്തകത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം സമാപിക്കുമ്പോൾ 2 കാര്യങ്ങൾ ആ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം സമാപന ശുശ്രൂഷയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേശമെല്ലാം വിഭജിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കാർന്നവന്മാർ, അതായത് ഇവിടെ നിന്ന് കുടിയേറിപ്പോയി പാർത്തവർ അവിടെ ചെന്നിട്ട് ദേശമെല്ലാം വിഭജിച്ച് കൊടുത്ത് അവർ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നതിന് ശേഷം എന്ത് ചെയ്തു? അവരുടെ മരണസമയമൊക്കെ ആയപ്പോഴത്തേക്കും മക്കളെല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, എൻ്റെ മക്കളെ, മരിക്കാറായെന്ന് തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ വന്നേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മക്കളെ, നമ്മൾ എവിടുന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എവിടെയുണ്ട്, ഇടയ്ക്കൊക്കെ എവിടെ പോയി കാണണം. പിന്നെ നിങ്ങളുടെ അടിപിടി ഒന്നും ഉണ്ടാക്കരുത്. കിട്ടിയ വസ്തുവൊക്കെ എടുത്ത് കിട്ടിയ വസ്തുവിലൊക്കെ ജീവിക്കാനൊക്കെ പഠിക്കണം. പിന്നെ മക്കളെയൊക്കെ നല്ല വിശ്വാസത്തിൽ വളർത്തണം. പള്ളിയിലൊക്കെ പൊക്കോണം കേട്ടോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുക. ഇതേ ഉപദേശമാണ് 23-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശം. നോക്കിക്കേ, ഈ അധ്യായം വായിക്കുമ്പോൾ ഒരപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുന്ന ഭാഗം ഇതാണ്: നിങ്ങൾ ഇപ്പോൾ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാന ദേശത്തെത്തിയിരിക്കുന്നു. ആ വാഗ്ദാന ദേശത്ത് നിങ്ങളായിരിക്കുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയ കാനാന്യരെ, എല്ലാവരെയും നിങ്ങൾ പുറത്താക്കിയിട്ടില്ല, കുറച്ച് പേരൂടെ ഉണ്ട്.
അവരുടെയും കാനാന്യരുടെ ഇടയിലാണ് താമസിക്കുന്നത്, അമോര്യരുടെ ഇടയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അതിതാണ്, ഇവരുടെ ഇടയിൽ താമസിക്കുമ്പോൾ ഇവരുടെ ദൈവങ്ങളുടെ പിന്നാലെ പോകാനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്കുണ്ട്. ഇവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നാലെ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പാപത്തിലേക്ക് പോകും, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും. അതിനാൽ ഒരു കാരണവശാലും ഇവരുടെ ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതശൈലിയിലൂടെ പോകരുത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഹെബ്രായ ഭാഷയിൽ ഒരു വാക്കുണ്ട്, ദബക്കുവൽ അദോണായി, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്രമാത്രം വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ അനുഭവം ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജോഷുവയുടെ പുസ്തകം 23-ാമത്തെ അധ്യായം. നമ്മൾ ഏകദേശം ജോഷുവയുടെ പുസ്തകത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 23-ാമത്തെ അധ്യായത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 24-ാമത്തെ അധ്യായം വളരെ രസകരമായിട്ടാണ് ജോഷുവയുടെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുക. ഇതിനെ യഥാർത്ഥത്തിൽ ഉടമ്പടിയുടെ നവീകരണമായിട്ടാണ് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുക. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ നവീകരണം എന്ന് പറയുക? ഈ പുസ്തകത്തിന്, ഈ അധ്യായത്തിൽ തന്നെ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ഉള്ളത്. ഒന്നാമതായി നമ്മൾ കാണുന്നത്, ജോഷുവ പുസ്തകം എടുത്ത് വായിച്ച് നോക്കിക്കോണം. 24-ാമത്തെ അധ്യായമാണ്. ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കേമിൽ വിളിച്ചുകൂട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ് ഷെക്കേം. ഷെക്കേം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ബഥേൽ, ആയി, ജെറീക്കോ എന്നീ പട്ടണങ്ങളുടെയൊക്കെ അടുത്താണ് ഷെക്കേം. ഇപ്പോൾ അതിന് പറയുന്ന പേര് നാബ്ലുസ് എന്നാണ്. ഇത് പലസ്തീൻകാരുടെ കയ്യിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിലിവിടെ ധാരാളം യുദ്ധം നടക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ഈ ഗെരിസിം മലയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സമരിയ എന്ന് പറയുന്ന സ്ഥലം ഷെക്കേമാണ്. ഷെക്കേമിൽ വിളിച്ചു കൂട്ടുക. പഴയ നിയമ പാരമ്പര്യം അനുസരിച്ച് ഈ ഷെക്കേം എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് യഥാർത്ഥത്തിൽ രാജ്യത്വവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അതെന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ തുടങ്ങുന്നത് തന്നെ ജോഷുവ ഷെക്കേമിലെല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ഒന്ന് വിവരിക്കുക ചെയ്യുന്നത്. ജോഷുവ അവരോട് പറയുകയാണ്, കൊണ്ടാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അബ്രാഹത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യൂഫ്രട്ടീസ് അക്കരെ മറ്റ് ദേവന്മാരെ സേവിച്ചു പോന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെ ഞാൻ നദിയുടെ മറുകരയിൽ നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തോടുകൂടെ നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകം ആരംഭിച്ചതിന് ശേഷം ഈ അബ്രാഹത്തെക്കുറിച്ചോ നാഹോറിനെക്കുറിച്ചോ തേറാഹിനെക്കുറിച്ചോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. ഇവർ കടന്നു വന്നിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പ്രത്യേകിച്ച് 11-ാമത്തെ അധ്യായം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇവരുടെ വംശാവലി കാണാൻ പറ്റും. തേറാഹ്, നാഹോർ, അബ്രാം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ഇവരെ കുറിച്ചുള്ള വിചിന്തനങ്ങൾ ജോഷുവ പറയുക. കാരണം ഉടമ്പടിയുടെ നവീകരണം നടത്താൻ പോവുക. എന്തിനാണ് ഉടമ്പടിയുടെ നവീകരണം നടത്തുക? ഉടമ്പടിയുടെ നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഉടമ്പടി എന്താണ്? കവനൻറ്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഹെബ്രായ ഭാഷയിൽ ബെറീത്ത് എന്ന് പറയും. എന്തിനാണ് ഈ ഉടമ്പടി നടത്തുക? ഉടമ്പടി യഥാർത്ഥത്തിൽ ദൈവവും ജനവും തമ്മിലുള്ള ബന്ധമാണ് ഉടമ്പടി. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, ഈ ബന്ധത്തിലൂടെ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ മക്കളുമാകുന്നു, നിങ്ങളെൻ്റെ പുത്രന്മാരുമാകുന്നു, ഞാൻ നിങ്ങളുടെ പിതാവും നീ എൻ്റെ പുത്രനുമായിരിക്കും. ഇതാ ഉടമ്പടിയുടെ ബന്ധം.
പിതൃപുത്ര ബന്ധത്തിൻ്റെ അനുഭവമാണ് ഉടമ്പടി. ഈ ഉടമ്പടി നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? മനുഷ്യൻ പാപം ചെയ്യുമ്പോഴാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വീഴ്ചകളുണ്ടാകുന്നത് പാപം ചെയ്യുമ്പോഴാണ്. നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, പ്രത്യേകിച്ച് 7-8 അധ്യായങ്ങളിൽ ആയി എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ചുള്ള വിവരണത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ആയി പട്ടണം പിടിച്ചടക്കാൻ സാധിക്കാതെ പോയത് ആഖാൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ട്. അതുകൊണ്ട് ആഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സമൂലം നിർമ്മാർജ്ജനം ചെയ്തതിന് ശേഷം ഒരു ഉടമ്പടിയുടെ ബന്ധത്തിൽ ഇങ്ങനെ പാപം ചെയ്ത ജനം ദൈവവുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുമ്പോൾ ആ ഉടമ്പടിയെ നവീകരിക്കുന്ന ജോഷുവായതാണ് നമ്മൾ കാണുക. മോശ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ ഈ ജോഷുവായും ചെയ്തു വെക്കുകയാണ്. മോശ അഹറോനും കൂട്ടനും കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ മോശ അവരോട് സംസാരിക്കുകയും ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ ഉടമ്പടിയുടെ നവീകരണത്തിന് വേണ്ടി 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ജോഷുവായും ഇതുപോലെ തന്നെ ചെയ്യുകയാണ്. ദൈവവുമായിട്ട് നടത്തിയ ഉടമ്പടിയുടെ ബന്ധത്തിന് വീഴ്ചയുണ്ടായപ്പോൾ ആ ബന്ധത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി ജോഷുവ ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ നടത്തുന്ന പ്രാർത്ഥനയും ദൈവത്തിന് മുമ്പിൽ നടത്തുന്ന ബലിയുമാണ് കാണുന്നത്. എന്നിട്ട് പറയുകയാണ്, എങ്ങനെയാണ് നടത്തുന്നത്? ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ, അബ്രാം മുതൽ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളുടെ നീണ്ട കഥ പറയുകയാണ്. എങ്ങനെയാണ് ഇസ്രായേൽ ജനം ഉണ്ടായതെന്നും എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നും എപ്രകാരമാണ് അവർ വളർന്നതെന്നുമുള്ള നീണ്ട കഥകൾ പറഞ്ഞതിന് ശേഷം ആളുകളോട് പറയുകയാണ് ജോഷുവ അതിനോട്, നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല. 19-ാമത്തെ വാക്യമാണ്. എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്, അസഹിഷ്ണുവായ ദൈവം. നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല. കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവർ പറയുക, നിങ്ങൾക്ക് പറ്റത്തില്ല മക്കളെ, ഇത്രയൊക്കെ ദൈവം തന്നെങ്കിലും നിങ്ങൾക്ക് പറ്റത്തില്ല. ഉടനെ ജനം പറയുക, പറ്റും, ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾ കർത്താവിനെ വിട്ടു പോകത്തില്ല. ഇതാണ് ജനത്തിൻ്റെ റെസ്പോൺസ്. ഈ റെസ്പോൺസിലേക്കാണ് ഒരു ജനത്തെ ഒരുക്കുകയാണ് ജോഷുവ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു ജോഷുവ? അതിനുശേഷം ഷെക്കേമിൽ വെച്ച് അവിടുന്ന് ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്തു. അതാണ് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒരു ബലിപീഠം ഉണ്ടാക്കിയതിന് ശേഷം കർത്താവിന് വേണ്ടി ബലിയർപ്പിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഉടമ്പടിയുടെ നവീകരണത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ജോഷുവ എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിതനായിട്ട് നിന്നുകൊണ്ട് ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ യാചിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന് മുമ്പിൽ ശ്രേഷ്ഠമായ ബലികൾ അർപ്പിക്കുകയും മെഷേറത്ത് മൊഷെ മോശയുടെ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് നിന്നുകൊണ്ട് ദൈവിക വാഗ്ദാന പേടകത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ജനത്തിൻ്റെ മുമ്പിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ജോഷുവയുടെ പുസ്തകത്തിൽ ജോഷുവ എന്ന് പറയുന്ന വ്യക്തിയെ അവതരിപ്പിക്കുന്നത്. അപ്പം അതോടുകൂടി നമ്മൾ ജോഷുവയുടെ മരണം പിന്നീട് കാണുന്നു. ഇതാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുക. എന്നാൽ ജോഷുവയുടെ പുസ്തകം ഇവിടെ തീരുന്നില്ല. അതിൻ്റെ ആശയം അടുത്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെന്താണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുൻപായി നമുക്ക് ഈ പുസ്തകത്തിൽ ഒരു വലിയൊരു തീമുണ്ട്. ആ തീം എന്താണെന്ന്, അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട്. ആ ദൈവശാസ്ത്ര ചിന്ത എന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്തത് നന്നായിരിക്കുമെന്ന് തോന്നുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് ജോഷുവ വഴി വാഗ്ദാന ദേശം വിഭജിച്ചു കൊടുത്തു. ഈ വിഭജനങ്ങളുടെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം വിഭജിക്കപ്പെടുന്നത് ജൂദാദേശത്തിൻ്റെ സെൻട്രാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
ജൂദാദേശത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട്, അതുകൊണ്ടാണ് ആദ്യം തന്നെ ജോസഫിനും ജൂദായ്ക്കുമൊക്കെ വാഗ്ദാനദേശം കൊടുത്തത്. അതിനുശേഷം ആ ജൂദാദേശം ജെറൂസലേം എന്ന് പറയുന്ന ദേശത്തിന് ചുറ്റിപ്പറ്റിയാണ് ബെഞ്ചമിൻ ഗോത്രത്തെയും അതുപോലെ തന്നെ മറ്റു ഗോത്രങ്ങളെയും ഒക്കെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ആരംഭം മുതലേ ജെറൂസലേം എന്ന് പറയുന്ന ആ സെൻട്രാലിറ്റിയെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ്. ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ്. കാരണം ജൂദ എന്ന് പറയുന്ന ഗോത്രം ജെറൂസലേം എന്ന് പറയുന്ന പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ജൂദായ്ക്കും ജെറൂസലേമിനുമുള്ള അധിക പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ ആരംഭത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ്. കാരണം ഈ പുസ്തകം എഴുതപ്പെടുന്നത് ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം ജൂദാദേശം മാത്രമേ ഈ ഇസ്രായേൽ ദേശത്ത് ഒരു ദേശമായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ആ ദേശത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം രചിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം ദേവാലയത്തോടുള്ള ഒരു വ്യക്തിയുടെ ബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ വിശ്വാസം വളരുന്നത്. അല്ലാതെ വിശ്വാസം വളരാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഇടത്ത് പോയി വചനം മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് വിശ്വാസം വളരത്തില്ല. അങ്ങനെയുള്ള ചില സെക്റ്റുകൾ നമുക്കുണ്ട്. വചനം മാത്രം മതി, ബലിയർപ്പണം വേണ്ട എന്ന് പറയുന്ന സെക്റ്റുകൾ നമുക്കുണ്ട്. അവിടെ ഒന്നും വിശ്വാസം വളരത്തില്ല. മറിച്ച് ഒരു ജനതയുടെ വിശ്വാസം വളരുന്നത് ദേവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിൽ ജെറൂസലേം എന്ന് പറയുന്ന സ്ഥലത്ത് ആ ദേവാലയം സ്ഥാപിച്ചു. ആ ദേവാലയത്തോടുള്ള പരസ്പരമുള്ള ബന്ധത്തിലാണ് ഓരോ ഗോത്രങ്ങളും വളരേണ്ടത്. അതുകൊണ്ടാണ് ഈ ഗോത്രങ്ങളെല്ലാം തന്നെ ജെറൂസലേമുമായിട്ട് അത്രമാത്രം ബന്ധിപ്പിക്കാൻ പ്രധാനമായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥകാരന് സാധിക്കുന്നത്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ജോഷുവയുടെ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് ജോഷുവയുടെ പുസ്തകം ഒന്നുകൂടെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു യാത്രയുടെ സുവിശേഷമാണ്, യാത്രയുടെ പുസ്തകമാണ്. യാത്ര പുറപ്പാട് പുസ്തകത്തിൽ ആരംഭിക്കുന്നു, അവസാനിക്കുന്നത് ഈ ജോഷുവയുടെ പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭിക്കുന്നതിൻ്റെ കാരണപ്രകാരമാണ് പറയുന്നത്, ദൈവമായ കർത്താവിന് ആരാധിക്കാൻ വേണ്ടി സ്വന്തം ജനത്തേക്ക് പോകണം. എന്നാൽ ഇതിൻ്റെ കൾമിനേഷൻ, ഈ ജോഷുവയുടെ പുസ്തകത്തിൻ്റെയൊക്കെ കൾമിനേഷൻ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം കടന്നു വരുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ജെറൂസലേം ദേവാലയം അതിൻ്റെ പൂർണ്ണതയിൽ പണിയെഴുപ്പിക്കുക. അതോടുകൂടിയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരാൻ സാധിക്കുക. അതുകൊണ്ട് ഈ പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് വാഗ്ദാന ദേശത്തുമായിട്ട് ബന്ധപ്പെട്ട ദൈവിക അനുഭവത്തിൻ്റെ പുസ്തകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വാഗ്ദാന ദേശത്തേക്ക് ഒരുവനെ പ്രവേശിപ്പിക്കുന്ന ഒരു പുസ്തകമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തകളാണ് യഥാർത്ഥത്തിൽ ജോഷുവയുടെ പുസ്തകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ കാണുക.